പെട്ടവര് നമ്മളിപ്പോ ഉള്ളത് എവിടെയെന്ന് അറിയോ ഹരീസത്? മസ്ജിദുൽ ഖുബാ എന്ന് പറയും. മസ്ജിദുൽ ഖുബാ പള്ളി എവിടെയാണ്? മസ്ജിദുൽ ഖുബാ എന്ന് പറയും. മദീനയിലെ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദുൽ ഖുബാ എന്ന് പറയുന്ന പള്ളി. മുത്തായ തങ്ങളും സ്വഹാബത്തൊക്കെ അല്ലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ചരിത്രം എല്ലാവർക്കും അറിയാം. മുത്തായ തങ്ങളുടെ ഒട്ടകം കസുവ എന്ന് പറയുന്ന ഒട്ടകം ഇവിടെ എന്ത് ചെയ്തു? മുട്ടുകുത്തി. അന്ന് ഈ ഒരു പ്രദേശം പിന്നെ ഇബ്നു നൗഫ് എന്ന് പറയുന്ന ആളുടെ ഒരു തോട്ടായിരുന്നു. ഈ പള്ളി നിൽക്കുന്ന മുഴുവൻ ഭാഗവും അദ്ദേഹത്തിന്റെ ഒരു തോട്ടായിരുന്നു. ഇബ്നു നൗഫ് എന്ന് പറയുന്ന ആളുടെ തോട്ടായിരുന്നു. അന്നിവിടെ പള്ളിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇബ്നു നൗഫ് എന്നവരുടെ ഈത്തപ്പഴവും കാരക്കയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കൊക്കെ പിന്നെ ഉപയോഗിച്ചിരുന്ന ഒരു തോട്ടായിരുന്നു. ഈത്തപ്പഴം ഉണക്കാൻ ഉപയോഗിച്ച തോട്ടായിരുന്നു. അങ്ങനെ ഇവിടെ പള്ളിയില്ല. മുത്തായ തങ്ങളോട് വന്ന സമയത്ത് തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം കുൽസം എന്ന് പറയുന്ന മഹാന്റെ വീട്ടിൽ മുത്തായ തങ്ങൾ എന്ത് ചെയ്തു? താമസിച്ചു. പിന്നെ നമ്മള് വീഡിയോ കിട്ടിയതിന് മുമ്പ് എല്ലാവരും ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് മുത്തായ തങ്ങൾ സ്നേഹത്തോടുള്ള ഒരു പ്രയോഗമാണത്. ആ മുത്തായ തങ്ങൾ 3 ദിവസം താമസിച്ചു. ആരുടെ വീട്ടിൽ? കുൽസം എന്ന് പറയുന്ന ഒരു മഹാന്റെ വീട്ടിൽ താമസിച്ചു. അങ്ങനെ ഇവിടെയുള്ള ആളുകൾ മുത്തായ തങ്ങളോട് പറഞ്ഞു, നബിയെ ഇവിടെ പള്ളിയില്ല, അപ്പൊ അതുകൊണ്ട് പള്ളിയോട് നിർമ്മിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തായ തങ്ങളുടെ തൃക്കരങ്ങളെ കൊണ്ട് കുൽസം എന്ന് പറയുന്ന ആ ഒരു മഹാന്റെ വീട്ടിൽ മുത്തായ തങ്ങൾ എന്ത് ചെയ്തു? താമസിച്ചു. അങ്ങനെ മുത്തായ തങ്ങളുടെ തൃക്കരങ്ങളെ കൊണ്ട് കൈകളെ കൊണ്ട് എന്ത് ചെയ്തു? ഈ പള്ളിക്ക് തറക്കല്ലിട്ടത് ആരാണ്? അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ എന്ത് ചെയ്തു? ഈ പള്ളിക്ക് തറക്കല്ലിട്ടു. പിന്നീട് ആരിട്ടു? മഹാനായ സിദ്ദീഖ് തങ്ങൾ പാപ്പിട്ടു. അങ്ങനെ അവര് മുത്തായ തങ്ങൾ നിർമ്മിച്ച പള്ളിയാണ് പ്രിയപ്പെട്ടവര് മസ്ജിദുൽ ഖുബാ. മദീനയിലെ ആദ്യത്തെ പള്ളിയാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. ഈ പള്ളി തഖ്വയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. അത് മസ്ജിദുൽ ഖുബാ പള്ളിയാണ് എന്നും അതെല്ലാം മസ്ജിദുൽ നബവിയാണെന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മുത്തായ തങ്ങള് എല്ലാ ദിവസവും, അതായത് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം നടന്നുകൊണ്ടു വാഹനത്തിലായിട്ട് മുത്തായ തങ്ങൾ ഇവിടെ ഖുബാൽ പള്ളിയിൽ വരികയും മാത്രമല്ല 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു. ആര്? മുത്തായ തങ്ങള്. എല്ലാ ആഴ്ചയിലും ആര് വരും? മുത്തായ തങ്ങൾ വരും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പള്ളിയിൽ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ആയത്ത് എഴുതിയിട്ടുണ്ട് അല്ലെ? അതിന്റെ ഒരു അർത്ഥം മുത്തായ തങ്ങൾ പറഞ്ഞു, മൻ തതഹറ ഫീ ബൈതിഹി സുമ്മ അത മസ്ജിദുൽ ഖുബാ ഫസല്ല ഫീഹി റകഅതൈനി കാന ലഹു കാജിരി ഉംറത്തിൻ. ആരെങ്കിലും ഈ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ, വീട്ടിൽ നിന്ന് ശുദ്ധിയായി വുളൂ എടുത്ത് ഈ പള്ളിയിൽ വന്ന് 2 റക്അത്ത് ആരെങ്കിലും നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ്. ആ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മുത്തായത്തങ്ങൾ എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയും ഇവിടെ വരാറുണ്ട്. വാഹനത്തിലായിട്ടും നടന്നുകൊണ്ടും കാൽനടയായിട്ടും വരാറുണ്ട്. 2 റക്അത്ത് ഇവിടെ വന്നിട്ട് നിസ്കരിക്കാറുണ്ട്. പിന്നെ പ്രിയപ്പെട്ടവർ, ഈ ആള് കൂടിയൊരു ഭാഗം കണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഈ ഒരു ആൾക്കൂട്ടം കണ്ടോ? ഇതിന്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ മുത്തായ തങ്ങളുടെ ഷഫാക്കപ്പെട്ട ഉമനീര് ബിറുൽ അരീഷ് എന്നാണ് ആ കിണറിന്റെ പേര്. എന്താണ്? ബിറുൽ അരീഷ്. മുത്തായ തങ്ങളുടെ ബറക്കത്താക്കപ്പെട്ട ഉമനീര് ആ കിണറ്റിലേക്ക് ആര് തുപ്പിയിട്ടുണ്ട്? മുത്തായ തങ്ങൾ തുപ്പിയിട്ടുണ്ട്. അത് ബറക്കത്താക്കപ്പെട്ട കിണറാണ്. ഒരുപാട് ആളുകൾ ആ കിണറ്റത്തെ വെള്ളം, അതൊക്കെ മുത്തായ തങ്ങളുടെ ഉമനീര് കലർന്ന വെള്ളമാണല്ലോ, അതൊക്കെ ഷിഫ ആണ്. അപ്പം ബിറുൽ അരീഷ് എന്നാണ് ആ കിണറിന്റെ പേര്. പിന്നീട് ആ കിണർ എന്താക്കിയിട്ടുണ്ട്? മൂടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അതിങ്ങനെ പ്രത്യേക അടയാളം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ മുത്തായ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമനീര് പിന്നെ വീണ കിണറാണ് ബിറുൽ അരീഷ് എന്ന് പറയുന്ന കിണർ. അങ്ങനെ മുത്തായ തങ്ങൾ ആ കിണറ്റിന്റെ പിന്നെ ചില സമയങ്ങളിലൊക്കെ മുത്തായ തങ്ങളോട് അങ്ങനെ ഇരിക്കാറുണ്ട്. അതിന്റെ തൊട്ടടുത്ത് ആരിക്കും? മഹാനായ സിദ്ദീഖ് തങ്ങൾ പാപ്പിരിക്കും. അതിന്റെ തൊട്ടടുത്തോ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പാപ്പിരിക്കും. അതിന് തൊട്ടപ്പുറത്തായിരിക്കും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഈ ഒരു ഇരുത്തം പറയപ്പെടുന്നുണ്ട്. ഇത് ഖിലാഫത്തിന് സൂചനയാണ് ഈ ഇരുത്തമെന്നും പിന്നെ മറ്റുള്ള കിതാബുകളൊക്കെ ഹദീസിലൊക്കെ തന്നെ പറയാറുണ്ട്. പിന്നെ പ്രിയപ്പെട്ടവർ, മാത്രമല്ല മുത്തായ തങ്ങളുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു, ഖാത്തം. മോതിരത്തിന് വെള്ളി മോതിരം ഖാത്തമ എന്ന് പറയാ. അപ്പൊ ആ മോതിരത്തുമ്പിൽ പിന്നെ മുത്തായ തങ്ങളുടെ പേര് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള പേര് ചേർക്കപ്പെട്ട ആ ഒരു മോതിരം മുത്തായ തങ്ങളുടെ വഫാത്തിന് ശേഷം ആർക്ക് കൈമാറി? മഹാനായ സിദ്ദീഖ് തങ്ങൾ പാപ്പ കൈമാറി. സിദ്ദീഖ് തങ്ങൾ പാപ്പ ആർക്ക് കൈമാറി? മഹാനായ ഉമർ തങ്ങൾ പാപ്പ കൈമാറി. അതിനുശേഷം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൈമാറി. ആ മോതിരം ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കയ്യിൽ നിന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായി? ആ കിണറ്റിലേക്ക് വീണിട്ടുണ്ട്. പക്ഷെ ആ മോതിരം നോക്കി ഇതുവരെ കിട്ടിയിട്ടില്ല. ആ മോതിരവും ഷറഫാക്കപ്പെട്ട പിന്നെ മോതിരവും എവിടെയുണ്ട്? ആ കിണറിൽ ഒരുപാട് തെരഞ്ഞു. അപ്പൊ മഹത്വമുള്ള കിണറാണ് ഏത്? ബിറുൽ അരീഷ് എന്ന് പറയുന്ന കിണർ. ഈ ആള് ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടോ? പക്ഷെ ഇപ്പോഴും ആ കിണറ്റിൽ വെള്ളമുണ്ട്. പിന്നെ കുടിക്കാനൊക്കെ ഇവിടുന്ന് വെള്ളമൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മുത്തായ തങ്ങളുടെ ഉമനീര്
പിന്നെ കലർന്ന കിണറാണ് ബിറുൽ അരീഷ് എന്ന് പറയുന്ന കിണർ കേട്ടോ. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഇനിയും ഒരുപാട് തവണ ഇവിടെ വരാനും ഇവിടെ വന്ന് നിസ്കരിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഇവിടെ നിസ്കരിച്ച കൂലി എന്താണ്? കാജിരി ഉംറത്തിന് ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ്. അള്ളാഹു ആ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പോകില്ലെന്നാൽ നേരെ ബസ്സിലേക്ക് പോകട്ടോ.